തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്ത് പുതിയ BJP അനുകൂല ക്രിസ്ത്യൻ പാർട്ടി നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി നാഷണൽ പീപ്പിൾസ് പാർട്ടിയിൽ ലയിച്ചു. കത്തോലിക്ക കോൺഗ്രസ് നേതാവും സിറോ മലബാർ സഭാ വക്താവുമായ ചാക്കോ കാളാമ്പറമ്പിലിന്റെ നേതൃത്വത്തിലായിരുന്നു ലയനം. ജോണി നെല്ലൂരും സ്റ്റീഫൻ തോമസും ചേർന്ന് രൂപീകരിച്ച പ്രോഗ്രസീവ് പാർട്ടിയിൽ നിന്ന് ഇരുവരും വിട്ടുപോയിരുന്നു. മലയോര മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തനം ശക്തമാക്കുമെന്ന് നേതൃത്വം അറിയിച്ചു. നാഷണൽ പീപ്പിൾസ് പാർട്ടി ദേശീയ തലത്തിൽ തന്നെ NDA മുന്നണിയുടെ ഭാഗമാണ്. അത് കൂടുതൽ അഖിലേന്ത്യാ തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെയുള്ള വിവിധങ്ങളായിട്ടുള്ള സംഘടനകളെ യോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനാണ് നാഷണൽ പീപ്പിൾസ് പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇന്ത്യയിലെ 6 ദേശീയ പാർട്ടികളിലൊന്നാണ്, NDAയുടെ ഘടകകക്ഷികളിലൊന്നാണ്. അപ്പോൾ വരുന്ന ഇലക്ഷനിൽ, പഞ്ചായത്ത് ഇലക്ഷനായാലും നിയമസഭാ ഇലക്ഷനിലായാലും ശക്തമായ യോജിച്ച ഒരു പ്രവർത്തനം മുന്നോട്ട് കാഴ്ചവെക്കാനാണ് ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത്. മലയോര മേഖല കൂടുതൽ പിന്തള്ളപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആയിരിക്കും ശക്തമായ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുക. VS രഞ്ജിത്ത് നമുക്കൊപ്പം. VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. BJP അനുകൂല ക്രിസ്ത്യൻ പാർട്ടി എന്ന് പറയുമ്പോൾ സഭയിലേക്ക് അടുക്കാൻ നടത്തിയ നീക്കങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? സുജയ, നേരത്തെ ജോണി നെല്ലൂരും നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു ക്രിസ്ത്യൻ പാർട്ടി, BJPയുടെ സപ്പോർട്ടുള്ള അല്ലെങ്കിൽ BJPയെ പിന്തുണയ്ക്കുന്ന ഒരു ക്രിസ്ത്യൻ പാർട്ടി എന്ന രീതിയിൽ ഒരു പാർട്ടി രൂപീകരിച്ചിരുന്നു. പക്ഷെ അതിൽ നിന്ന് ജോണി നെല്ലൂരും സ്റ്റീഫനും ഒക്കെ വിട്ടുപോയി. ഇപ്പോൾ CP സുഗതനൊക്കെ ആ പാർട്ടിയിലുണ്ട്, VV അഗസ്റ്റിനും ആ പാർട്ടിയിലുണ്ട്. പക്ഷേ ആ പാർട്ടി വേണ്ട വിധത്തിൽ പ്രവർത്തിക്കില്ല, മുന്നോട്ട് പോയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, അത് കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ആ പാർട്ടിയോട് ചേർന്ന് ഈ പാർട്ടി, ജോണി നെല്ലൂരിന്റെ പ്രോഗ്രസീവ് പാർട്ടി ചേരുന്നു. ആ ലയനം എന്ന് പറയുന്നത്, അതിന്റെ പ്രത്യേകത, ഈ ലയനത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് സിറോ മലബാർ സഭയുടെ വക്താവും കത്തോലിക് കോൺഗ്രസിന്റെ നേതാവുമായിട്ടുള്ള ചാക്കോ കാളാമ്പറമ്പിലാണ്. ചാക്കോ കാളാമ്പറമ്പിന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ ഒരു മീറ്റിംഗ് കൂടുകയും ആ മീറ്റിംഗിൽ വെച്ചാണ് ഈ ലയനം അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവർ NDA മുന്നണിയിൽ തന്നെ ഉണ്ടാവും. ക്രിസ്ത്യൻ മുന്നേറ്റത്തിൽ, അതുപോലെ പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുമായിട്ടും കത്തോലിക് കോൺഗ്രസുമായിട്ടൊക്കെ അടുത്ത് നിൽക്കുന്ന കുറച്ചു പേർ ചേർന്നുണ്ടാക്കുന്ന പാർട്ടി മലയോര മേഖലയിൽ അവർ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുമെന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. NDA മുന്നണിയിൽ നിലവിൽ അവർക്ക് അംഗത്വമില്ല. ആ അംഗത്വം നേടിയെടുക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കും എന്നവർ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP പിന്തുണയുള്ള ഒരു ക്രിസ്ത്യൻ പാർട്ടി എന്ന ആഗ്രഹം അത് BJP സഫലീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് സിറോ മലബാർ സഭ പോലെ വളരെ ശക്തമായ സഭയുടെ പിന്തുണ അതിനുണ്ട് എന്നുള്ളതാണ് നമുക്ക് ചാക്കോ കാളാമ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ ആ ഒരു ലയന മീറ്റിംഗ് നടക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.